ഹായ് ഓൾ. അപ്പൊ നമ്മൾ പൈത്തൺ ഡെസ്ക് എന്ന് പറഞ്ഞ സീരീസിലൂടെ നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. കോൺസെപ്റ്റ് പഠിച്ചു, അതിന്റെ വർക്കൗട്ടുകൾ പഠിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലാസ് നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ പുതിയൊരു കോൺസെപ്റ്റിലേക്ക് കടക്കാണ്, ലിസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, ഇത് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പൈത്തണിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് ലാംഗ്വേജസിൽ നമുക്ക് ലിസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഇതൊരു ഡാറ്റ സ്ട്രക്ചർ ആണ്. ഡാറ്റ സ്ട്രക്ചർ എന്താ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവൂലേ. എസ്പെഷ്യലി നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് എന്തായാലും അറിയുന്നുണ്ടാവും. ഡാറ്റ സ്ട്രക്ചർ എന്താ, യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതിന് ആ ഡാറ്റയെ നമുക്ക് അതിൽ ഡിഫറെന്റ് ഓപ്പറേഷൻസ് നമുക്ക് ആ ഡാറ്റ നടത്താനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു ഡാറ്റ സ്റ്റോറേജ് മീഡിയയാണ് യഥാർത്ഥത്തിൽ എന്ത് ഡാറ്റ സ്ട്രക്ചർ. സ്റ്റാക്ക് ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്, ക്യൂ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്, ലിസ്റ്റ്, ട്യൂപ്പിള്, അതേപോലെ സെറ്റ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ അതിൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതുമ്മ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ഒരുപാട് മെത്തേഡ്സുകളും ഫങ്ഷൻസും ഒക്കെ ഡിഫറെന്റ് ലാംഗ്വേജസിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് നോക്കുന്നത് പൈത്തണില് ലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. ലിസ്റ്റ് എന്താ, യഥാർത്ഥത്തിൽ ഒരുപാട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എക്സാമ്പിള് ഒരു ട്രെയിനിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഒരു ട്രെയിനിൽ നമുക്കൊരു സീറ്റുമ്പോൾ 4 പേർക്ക് ഇരിക്കില്ല, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷൻസ് റിസർവ് ചെയ്യാം. അഥവാ ലിസ്റ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ നോർമൽ ഒരു ഇൻറ്റിജർ വേരിയബിൾ എന്തേ പറ്റുള്ളൂ, ഒറ്റ ഇൻറ്റിജർ, അഥവാ 10 ആണെങ്കിൽ 10 മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ആവുമ്പോൾ ഒരുപാട് ഇൻറ്റിജേഴ്സ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, ഒരുപാട് സ്ട്രിങ്ങുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാം, ഒരുപാട് ഒബ്ജക്ട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ഒരിക്കലും ഇതിന്റെ വർക്കൗട്ടിലേക്കൊന്നും പോകുന്നില്ല. ഇതിന്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി, അതിന് എന്തൊക്കെ മെത്തേഡ്സുകൾ നമ്മൾ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ PPT ഇവിടെ ഉണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് LST ഈക്വൽ ടു ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അറേ ബ്രാക്കറ്റ് ആണ്, ലിസ്റ്റിലുള്ള എലമെന്റ്സ് ഒരു അറേ ബ്രാക്കറ്റിനുള്ളിലാണ് വരിക കേട്ടോ. അപ്പൊ ഫസ്റ്റ് LST ഉണ്ട് ഈക്വൽ ടു, അപ്പൊ LST എന്ന് പറഞ്ഞാൽ എന്താ, ലിസ്റ്റിന്റെ പേര്, ഈക്വൽ ടു അതിലെന്താ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അറേ ബ്രാക്കറ്റ് ഡബിൾ കോട്ട്സിൽ പൈത്തൺ കോമ ഈസ് കോമ പവർഫുൾ. അപ്പൊ 3 എലമെന്റ് ഇതിലായി. LSTയിൽ ഇപ്പോ 0th പൊസിഷനിൽ പൈത്തൺ ഉണ്ട്, 1th പൊസിഷനിൽ ഈസ് ഉണ്ട്, 2th പൊസിഷനിൽ എന്തുണ്ട്, പവർഫുൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു സിമ്പിൾ ലിസ്റ്റിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്കത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, പൈത്തൺ ഈസ് പവർഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫുൾ ആയിട്ടുള്ള ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ അല്ലെങ്കിൽ പൈത്തണിൽ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൽ എത്ര ഡാറ്റ ടൈപ്പുകൾ, പല രീതിയിലുള്ള ഡാറ്റ ടൈപ്പുകളും നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഒരു ബ്ലാങ്ക് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, LST അല്ലെങ്കിൽ ലിസ്റ്റ് ഈക്വൽ ടു ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അറേ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ ഒരു ബ്ലാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ വേറെ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാം, എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാം, എലമെന്റ്സ് അപ്പെൻഡ് ചെയ്യാം. അങ്ങനെ എന്തൊക്കെ ഓപ്പറേഷൻസ് ലിസ്റ്റിനുണ്ടോ പൈത്തണില് അതെല്ലാം നമുക്ക് ആ ലിസ്റ്റുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്രിയേറ്റിംഗ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിന്റെ ലിസ്റ്റിന്റെ എക്സാമ്പിൾ, ലിസ്റ്റ് ഈക്വൽ ടു 10, 20, 14 എന്ത് വാല്യൂസ് നമുക്ക് കൊടുക്കാം. അത് ജസ്റ്റ് ഞാൻ പ്രിന്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഒരു ലിസ്റ്റിലുള്ള എലമെന്റ്സിന് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. അഥവാ ലിസ്റ്റ് ആണ് ഈ ഒരു ലിസ്റ്റിന്റെ പേരെങ്കിൽ, അല്ലെങ്കിൽ LST ആണ് ലിസ്റ്റിന്റെ പേരെങ്കിൽ, LST ഓഫ് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീഡ് ചെയ്ത് കിട്ടും. അതേപോലെ ലിസ്റ്റ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആ 2th പൊസിഷനിലുള്ള എലമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് വേരിയബിൾ എന്ന് അതിന് പറയട്ടെ. അപ്പൊ ആ ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എലമെന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് ഏകദേശം ലിസ്റ്റ് ക്രിയേഷനും അതേപോലെ ഇൻഡെക്സ് വെച്ചുകൊണ്ട് നമുക്ക് അതിലുള്ള ലിസ്റ്റിനെ ആക്സസ് ചെയ്യുന്നതും. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അഥവാ ഇൻഡെക്സ് ഒരിക്കലും പോസിറ്റീവ് മാത്രമല്ല. അപ്പൊ 0, 1, 2, ഇപ്പോ LST ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ 0th പൊസിഷനിലല്ല അതിന്റെ അടുത്ത പൊസിഷനിലുള്ള വാല്യൂ, രണ്ടാമത്തെ എലമെന്റ് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ഇനി നമ്മളിവിടെ നെഗറ്റീവ് ഇൻഡെക്സിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ പ്രിന്റ് ദ ലാസ്റ്റ് എലമെന്റ് ഓഫ് ലിസ്റ്റ്,
അഥവാ ലാസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ലിസ്റ്റിന്റെ എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അതിന്റെ ഇൻഡെക്സ് പോയി നോക്കണം. ഇപ്പോൾ 5 എലമെന്റ് ഉള്ള ഒരു ലിസ്റ്റ് ആണെങ്കിൽ അപ്പോൾ ലിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ LST ഓഫ് 4 കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെന്റ് കിട്ടും അല്ലേ. പക്ഷെ നമുക്ക് ആ ലിസ്റ്റിന്റെ ലെങ്ത് അറിയില്ല, അല്ലെങ്കിൽ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, LST ഓഫ് അല്ലെങ്കിൽ ലിസ്റ്റിന്റെ പേര് ഓഫ് എന്ത് ചെയ്താൽ മതി, -1 നമ്മൾ കൊടുത്താൽ മതി. -1 എന്ന് പറഞ്ഞാൽ ലിസ്റ്റിന്റെ ലാസ്റ്റ് എലമെന്റിനെ നമ്മൾ റീഡ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിവേഴ്സിൽ ഇട്ടോ, അഥവാ തേർഡ് ലാസ്റ്റ് എലമെന്റ് നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈനസ്, അഥവാ അവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, -1 -2 -3 എന്നൊക്കെ പറയുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യില്ല, എൻഡിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഓർഡർ ഇട്ടിട്ട് നമുക്ക് എലമെന്റ്സ് കിട്ടും. 0 മുതൽ അങ്ങോട്ട് നമുക്ക് ഫസ്റ്റ് മുതൽ പോകണമെന്നുണ്ടെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിൽ നിന്ന് അഥവാ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ മൈനസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് ഡാറ്റാസ് നമുക്ക് ആഡ് ചെയ്യേണ്ട കേസ് വരാം അല്ലെ. സ്റ്റോർ ചെയ്യണമല്ലോ, സ്റ്റോറേജ് മീഡിയ അല്ലേ മെയിൻ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് അപ്പൻഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, എലമെന്റ്സ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, ഞാൻ അഡീഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ദ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ആ ലിസ്റ്റിൽ ഒന്ന് എന്ത് ചെയ്യും, അപ്പൻഡ് ആവും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് അപ്പൻഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് ഫോറിൻ റേഞ്ച് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പൻഡ് ഓപ്പറേഷൻ നടത്താം. ഒരു ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ എന്ത് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പൻഡ് ചെയ്യാം. അപ്പൊ 4i ഇൻ റേഞ്ച് ഓഫ് 1, 2, 3, 4 അഥവാ എന്ത് ചെയ്യും, 1 മുതൽ 3 എലമെന്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, അത് നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് i എന്ന് പറഞ്ഞാൽ അത്രയും എലമെന്റ്സ് എന്ത് ചെയ്യും, നമ്മുടെ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യും, അപ്പൻഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമ്പേഴ്സ് കൊടുത്തിട്ട് അപ്പൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോറിൻ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലമെന്റ്സിനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇൻസേർട്ട് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇൻസേർട്ടും അപ്പൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അപ്പൻഡ് എന്ന് പറഞ്ഞാൽ ആഡിങ് എലമെന്റ്സ് ടു ദ എൻഡ് ഓഫ് ദി ലിസ്റ്റ്, അഥവാ ലാസ്റ്റ് ഇപ്പൊ ലിസ്റ്റിൽ 4 എലമെന്റ് ഉണ്ടെങ്കിൽ 5ാമത്തെ എലമെന്റ് ആയിട്ട് നമുക്ക് അപ്പൻഡ് ചെയ്താൽ നമുക്ക് എലമെന്റ് ആഡ് ആയി വരും. പക്ഷെ ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന പൊസിഷനിൽ ഇന്ന എലമെന്റിനെ പ്ലേസ് ചെയ്യാന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ക്യാൻ ആഡ് എലമെന്റ്സ് ടു ദ ഡിസൈർഡ് പൊസിഷൻ ഓഫ് ദി ലിസ്റ്റ്. ഓക്കെ, അപ്പൊ പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ആൻഡ് റിട്ടേൺ ദ എലമെന്റ് ഫ്രം ദി ലിസ്റ്റ്, അഥവാ ഒരു എലമെന്റ് റിമൂവ് ചെയ്യുക, എന്നിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യുക, റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് പോപ്പ്. ഓക്കെ, അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ലിസ്റ്റ് ഇവിടെ നമുക്കൊരു 1, 2, 3, 4 വാല്യൂസ് ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ ഒരു ഡാറ്റ ഞാൻ ഇൻസേർട്ട് ചെയ്യാണ്, അഥവാ ലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട് ഓഫ് എന്ത് 3,12 എന്ന് പറയുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 0, 1, 2, 3 അഥവാ അതിന്റെ തേർഡ് പൊസിഷൻ അഥവാ ഫോർത്ത് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും, 12 അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താ കിട്ടുക, പൈത്തൺ ജാങ്കോ ഫസ്റ്റ് വന്നു. ലിസ്റ്റിന്റെ വാല്യൂസ് നോക്കട്ടെ, ഇവിടെ ലിസ്റ്റിന്റെ വാല്യൂസ് ഏതാണെന്നുള്ളത് നോക്കണം. ഓക്കെ, പൈത്തൺ ജാങ്കോ പിന്നീട് ആഡ് ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട് ഓഫ് 0, പൈത്തൺ ജാങ്കോ, അഥവാ 0th പൊസിഷനിൽ നമുക്ക് എന്താ വേണ്ടത്, പൈത്തൺ ജാങ്കോ ആണ് അപ്പൻഡ് ചെയ്യേണ്ടത്. അത് വന്നിട്ടുണ്ട്. അപ്പൊ 0th പൊസിഷനിൽ എന്താണ്, 1, 2, 3, 4 ലിസ്റ്റിന്റെ 0th പൊസിഷനിൽ എന്ത് വന്നു, 1ന് പകരം പൈത്തൺ ജാങ്കോ വന്നു. അപ്പോൾ 1 ഓട്ടോമാറ്റിക്കലി അടുത്ത പൊസിഷനിലേക്ക് പോയി. അപ്പോൾ ആ ഒരു റീ ഓർഡറിങ്ങും കാര്യങ്ങളൊക്കെ ആ ഫംഗ്ഷൻ ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമ്മൾ പൊസിഷൻ കൊടുക്കുക, എലമെന്റും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ 0th പൊസിഷനിൽ പൈത്തൺ ജാങ്കോ വന്നിട്ടുണ്ട്. പിന്നെ എന്തുണ്ട് തേർഡ് പൊസിഷനിൽ എന്ത് വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്. അപ്പൊ 0, 1, 2, 3, 4 ഇവിടെ 4 വരാൻ കാരണം എന്താ, നമ്മൾ ഫസ്റ്റ് ആണ് എന്ത് ചെയ്തത്, നമ്മൾ തേർഡ് പൊസിഷനിൽ 12 അപ്പൻഡ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷമാണ് 0th പൊസിഷനിൽ പൈത്തൺ ജാങ്കോ അപ്പൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ലിസ്റ്റിന്റെ വാല്യൂ എന്താണ്, 1, 2, 3. അടുത്തത് എന്ത് ചെയ്യും, 12. മനസ്സിലായില്ലേ? അപ്പൊ ഫോർത്ത് പൊസിഷനിൽ തേർഡ് പൊസിഷൻ അഥവാ ഫോർത്ത് പൊസിഷനിൽ ഫോർത്ത് എലമെന്റ് ആയിട്ട് കേട്ടോ തേർഡ് പൊസിഷനിൽ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കേട്ടോ 0, 1, 2, 3. അപ്പോൾ ഫോർത്ത് അഥവാ 3 എന്ന് പറഞ്ഞാൽ 4ാമത്തെ എലമെന്റ് ആയിക്കാരം. ക്ലിയർ അല്ലേ?
അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ഇൻസേർട്ട് എന്ന് പറഞ്ഞ നമ്മുടെ മെത്തേഡ്. അഥവാ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന പൊസിഷനിലേക്ക് ഇന്ന നമ്പർ ഇൻസേർട്ട് ആവണം എന്ന് ഇൻസേർട്ട് ആക്കണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ലൈസിങ് ഓഫ് എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, സബ് ലിസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ സബ് സ്ട്രിങ് എടുക്കുമല്ലോ, അതേപോലെ സബ് ലിസ്റ്റുകൾ എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈസ് എന്ന് പറഞ്ഞാൽ സ്ലൈസ് എന്നാണ് കോമൺ ആയിട്ട് എന്ന് പറയട്ടോ. ഓക്കെ, അപ്പോൾ സ്ലൈസ് ഓപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, കോളം വെച്ചുകൊണ്ടാണ് ചെയ്യുക. നമുക്ക് ഇവിടെ ലിസ്റ്റിൻ്റെ സ്ലൈസ് ഓപ്പറേഷൻ്റെ ഡിഫറെൻറ്റ് രീതികൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മളെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്, പൈത്തൺ ജാങ്കോ 1 2 3, പിന്നെ ഒരു 1222 ഉണ്ട്, പിന്നെ ഒരു 4 ഉണ്ട്. ആ ലിസ്റ്റിൽ നമുക്ക് ലിസ്റ്റ് ഓഫ് കോളൻ 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നോക്കണം. സ്ലൈസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ് ലിസ്റ്റ് കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും, 0 എന്ന് സ്റ്റാർട്ട് ചെയ്തോ, ടു പ്രിന്റ് എലമെന്റ്സ് ഫ്രം ദി ബിഗിനിങ് ടു എ റേഞ്ച്, നമ്മൾ കൊടുക്കുന്ന റേഞ്ച് വരെ എന്ത് ചെയ്യുക കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യുക, കോളൻ ഫസ്റ്റ് കൊടുക്കുക, പിന്നെ ഏത് വരെയാണ് റേഞ്ച് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കോളൻ 4 കൊടുത്താൽ ഞാൻ എന്ത് കിട്ടും, നമുക്ക് 0 1 2 3 കിട്ടും, പിന്നെ ഈ പൊസിഷൻ എടുക്കൂല. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അത്രയുള്ള ലിസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ടു പ്രിന്റ് ദ എലമെന്റ്സ് ഫ്രം ദി എൻഡ് മൈനസ് യൂസ് ചെയ്യാൻ. ഓക്കെ, എൻഡിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മൈനസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോളൻ മൈനസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, -4 നമ്മൾ കൊടുത്തു. -4 നമ്മൾ കൊടുത്താൽ എന്താണ്, 1 2 3 4, അഥവാ -4 ഇവിടെ വരാം. -1 4, -2 ഇത്, -3 ഇത്, -4 ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പൈത്തൺ 1 നമുക്ക് എന്ത് ചെയ്യും, ഔട്ടായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ടു പ്രിന്റ് എലമെന്റ്സ് ഫ്രം എ സ്പെസിഫിക് ഇൻഡെക്സ് ടിൽ ദ എൻഡ്, അഥവാ ഒരു സ്പെസിഫിക് സ്റ്റാർട്ടിങ് നമ്മൾ കൊടുക്കും, എന്നിട്ട് അവസാനം വരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിൻ്റെ വാല്യൂ കൊടുക്കണം, പിന്നെ കോളം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഞാൻ രണ്ടും കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻഡെക്സ് മുതൽ അടുത്തത് വരെ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻഡെക്സ് കൊടുത്തിട്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 4 കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 നിന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ കിട്ടും. ഇവിടെ നമ്മൾ കൊടുത്ത എന്താ, 2ഉം 4ഉം കൊടുത്തു കഴിഞ്ഞാൽ 2 നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, 4th പൊസിഷൻ വരെ എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക. അപ്പോൾ ലിസ്റ്റിൻ്റെ എന്താ പറയുക, 0 1 2 2 സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2 അവിടെ വന്നു. ഓക്കെ, പിന്നെ 4 വരെ എന്ന് പറയുമ്പോൾ ഇത് 4th ആണ്, അപ്പോൾ 3യും കൂടി കിട്ടും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഔട്ട് കിട്ടും. പിന്നെ ടു പ്രിന്റ് ദ ഓൾ ലിസ്റ്റ് ഇൻ ദ റിവേഴ്സ് ഓർഡർ നമുക്ക് ലിസ്റ്റ് പ്രിന്റ് ചെയ്യാൻ :1 കൊടുത്താൽ മതി. അപ്പോൾ ലിസ്റ്റ് ഓഫ് :1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് മൊത്തം എന്ത് ചെയ്യും, റിവേഴ്സ് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിസ്റ്റ് വെച്ചിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട്. അതേപോലെ പൈത്തണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് ലിസ്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി ഡിഫറെൻറ്റ് മെത്തേഡുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റ് യൂസ് ചെയ്തുകൊണ്ട് പല രീതിയിൽ സെർച്ച് ചെയ്യുക. ലിസ്റ്റ് എന്തൊക്കെ രീതിയിൽ നമുക്ക് പൈത്തണിൽ ചെയ്യാൻ പറ്റും, ഇത്തെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ ഒരുപാട് മെത്തേഡ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതെല്ലാം നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വർക്കൗട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്